ലാസ്റ്റ് 5 ഡേയ്സ് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പ്രോഗ്രസ് ചെയ്ത് തീർത്തിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു ചാലഞ്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വേൾഡിൽ 200 ഡേയ്സ് സർവൈവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു 200 ഡേയ്സ് ചാലഞ്ചിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രസ് ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ടത് എൻഡർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യുക, എലൈറ്റർ ഹണ്ട് ചെയ്യുക, OP എൻചാൻ്റുള്ള നെതറൈറ്റ് ആർമർ സെറ്റ് ചെയ്യുക, ബോസ് ആയിട്ടുള്ള വിതറിനെ ഡിഫീറ്റ് ചെയ്യുക, ബീക്കൺ സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട പ്രോഗ്രസ്സുകൾ. ഇതുകൂടാതെ വേറെയും ഒരുപാട് കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ഒരൊറ്റ 200 ഡേയ്സ് വീഡിയോയിൽ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അതും ചാവാതെ. മിക്കവാറും ഇപ്പം തന്നെ ചാവും. ലാസ്റ്റ് 5 ഡേയ്സ് എപ്പിസോഡിൽ നമ്മളൊരു കോസി സ്റ്റാർട്ടർ ബേസും എൻചാൻറ്റ് ചെയ്തിട്ടുള്ള ഡയമണ്ട് ആർമറും ഒരു OP XP ഫാമും പിന്നെ കൂടാതെ ഒരു വലിയൊരു ക്ലോ ഫാമും കൂടെയും സെറ്റ് ചെയ്തിട്ടുണ്ടായി. ഈ 200 ഡേയ്സ് വീഡിയോയിൽ ഞാൻ 3 ഫേസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഫേസിൽ നമുക്ക് കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ട്. 3 ഫേസസ്: phase 1, phase 2 ആൻഡ് phase 3. phase 1ൽ ചെയ്യേണ്ടത് നമുക്ക് എസെൻഷ്യലായിട്ടുള്ള ഫാം, അതായത് അയൺ ഫാം, റെയ്ഡ് ഫാം, അങ്ങനത്തെ എസെൻഷ്യലായിട്ടുള്ള കുറച്ച് ഫാമുകൾ. phase 2ൽ നമുക്ക് OP ആവണം, അതായത് OP എൻചാൻറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ phase 2ൽ ചെയ്യണം. phase 3ൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. എൻഡർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യുക, എലൈറ്റർ ഹണ്ട് ചെയ്യുക, OP ആയിട്ടുള്ള നെതറൈറ്റ് ആർമർ സെറ്റ് ചെയ്യുക, വിതറിനെ ഡിഫീറ്റ് ചെയ്യുക, ബീക്കൺ സെറ്റ് ചെയ്യുക. 200 ഡേയ്സ് അവസാനിക്കുമ്പോൾ തന്നെ നമുക്ക് കോസി ആയിട്ടുള്ള സീക്രറ്റ് ഫിഷിംഗ് ഡോക്കും കൂടെയും സെറ്റ് ചെയ്യണം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി 200 ഡേയ്സ് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിലേക്ക് സ്വാഗതം. phase 1ൽ നമുക്ക് എസെൻഷ്യൽ ഫാംസാണ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഉണ്ടാക്കേണ്ട ഫാം എന്ന് പറയുന്നത് വില്ലേജർ ബ്രീഡറാണ്. കാര്യം നമുക്ക് വില്ലേജേഴ്സിന് എല്ലാ ഫാംസിലും ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ ഈ വേൾഡിൽ ഞാൻ ഇതായിട്ടൊരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ പോയിട്ട് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. ഞാൻ ബോട്ട് എടുത്ത് നേരെ ടൈഗർ ബയോം ഉള്ള സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം. ഞാനങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം ഒരു വില്ലേജ് കണ്ടുപിടിച്ചു. പക്ഷേ ആ ഒരു വില്ലേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിൽ നിന്നും വളരെ ദൂരത്താണ്. അതുകൊണ്ട് നമുക്ക് വില്ലേജേഴ്സിനെ ബേസിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള പണിയായിരിക്കും. ഞാൻ ആ വില്ലേജിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് ആവശ്യമുള്ള റിസോഴ്സ് എല്ലാം ഞാൻ ഗ്യാദർ ചെയ്യാൻ തുടങ്ങി. ആ ഒരു വില്ലേജ് നമ്മുടെ ബേസിൽ നിന്നും വളരെ ദൂരത്തായതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു വില്ലേജ് കണ്ടുപിടിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം ഒരു വില്ലേജ് കിട്ടി. പ്ലെയിൻ ബയോമിലുള്ള ഒരു വില്ലേജാണ്. അതെന്ന് പറഞ്ഞാൽ ഓഷനും റിവറും ഏകദേശം അടുത്തുള്ള സ്ഥലത്തുള്ള വില്ലേജാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് വില്ലേജേഴ്സിനെ കൊണ്ടുവരാൻ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. ഓഷൻ വഴി ഡയറക്റ്റ് നമുക്ക് ബേസിലേക്കുള്ള കണക്ഷൻ ഉണ്ട്. ആ ഒരു വില്ലേജിൽ ചെന്ന ശേഷം ഞാൻ കിട്ടാവുന്ന ലൂട്ടെല്ലാം കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. കൂടാതെ ഒരു ഫ്രണ്ടിനെ കൂടെ കിട്ടി. പക്ഷേ ഇവനെ നമുക്ക് ബേസിലേക്ക് എത്തിക്കാനായിട്ട് പറ്റില്ല. കാര്യം നെതർ പോർട്ടൽ വഴിയെല്ലാം കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഞാൻ വന്ന ജോലി മറന്നിട്ടില്ല. ഒരു ലീഡ് എടുത്ത് ഒരു ബോട്ടിനകത്ത് 2 വില്ലേജറിനെയും പിടിച്ചുകൊണ്ട് ഞാൻ ബേസിലേക്ക് പോകണം. ഇവിടെ നിന്ന് ഡയറക്റ്റ് ഓഷനാണ്. അതുകൊണ്ട് ഇവരെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ബേസിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. കാര്യം ബേസ് ഉള്ളത് ഓഷൻ്റെ ഒരു ഭാഗത്താണ്. അങ്ങനെ വില്ലേജേഴ്സിനെ തൂക്കി ഞാൻ ബേസിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവരെ നമുക്ക് ബേസിലേക്ക് എത്തിച്ചിട്ട് നമുക്ക് വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് ഗ്യാദർ ചെയ്യണം. എന്നിട്ട് നമുക്ക് വില്ലേജർ ബ്രീഡർ സെറ്റ് ചെയ്യണം. വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കി നമുക്ക് അധികം റിസോഴ്സൊന്നും വേണ്ടി വരില്ല. കുറച്ച് ബ്ലോക്കും പിന്നെ റെയിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വില്ലേജർ ബ്രീഡിനുള്ള റിസോഴ്സ് എല്ലാം ഗ്യാദർ ചെയ്യുന്നുണ്ട്. ഈ ബോച്ചസിനകത്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ബ്ലോക്കും പിന്നെ ബെഡും പിന്നെ കുറച്ച് റെയിലൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ റെഡ് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുവന്ന വില്ലേജേഴ്സിനെ ഞാൻ ആ ഒരു ബ്ലോക്കിനകത്ത് പൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കാര്യം സോംബീസ് ഒന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിനി ഫാക്ടറി ഐലിലേക്ക് പോകണം. അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ വില്ലേജർ ബ്രീഡ് സെറ്റ് ചെയ്യാം. ഫാക്ടറി ഐലൻഡ് എന്ന് പറയുന്നത് ഞാൻ നേരെ കാണുന്ന പ്ലെയിൻ ബയോമാണ്. പ്ലെയിൻ ബയോമിൽ നമുക്ക് എളുപ്പത്തിൽ ഒരുപാട് ഫാം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരുപാട് ഫാം ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ വില്ലേജർ ബ്രീഡും സെറ്റ് ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ ഭാവിയിലെ ഫാക്ടറി ഐലൻഡ്. ബാക്കിയുള്ള ഫാം ഇവിടെ തന്നെയായിരിക്കും വരിക. ഉണ്ടാക്കേണ്ട ആദ്യത്തെ ഫാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വില്ലേജർ ബ്രീഡ് ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്കിനി കുറച്ച് AFK വെക്കേണ്ടി വരും. AFK വെക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മളിപ്പോൾ തന്നെ ഈ ഫാക്ടറിയിൽ തന്നെയായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അടുത്ത ഫാം ഉണ്ടാക്കേണ്ടതാണ് ഇവിടെ തന്നെ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ വില്ലേജർ ബ്രീഡർ. ഇപ്പോൾ ഇത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഞാൻ അതിനകത്ത് ഇപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു വില്ലേജർ സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ AFK വെക്കേണ്ട കാര്യമുള്ളൂ. കാര്യം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ നമുക്ക് AFK വെക്കേണ്ട കാര്യമില്ല. കാര്യം നമുക്കിപ്പോൾ തന്നെ ഇവിടെ തന്നെ വേറെ ഒരു ഫാമും കൂടി ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ അടുത്ത ഫാമിലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അടുത്ത് നമുക്ക് ഉണ്ടാക്കേണ്ട ഫാം എന്ന് പറയുന്നത് ഒരു അയൺ ഫാമാണ്. ഒരു വെറും അയൺ ഫാം അല്ല, നമുക്കൊരു മെഗാ അയൺ ഗോളം ഫാം വേണം. കാര്യം നമുക്ക് അയൺ നമുക്ക് ഒരുപാട് അത്യാവശ്യമുള്ള കാര്യമാണ്.
നമുക്കിനി ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അയൺ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അയൺ ഫാം ഉണ്ടാക്കണ മുമ്പ് തന്നെ നമുക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് ടെറാഫോം ചെയ്യണം. കാര്യം അയൺ ഫാമാണ്, വേറെ എവിടെയെങ്കിലൊക്കെ അയൺ ഗോളംസ് പോകണം, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം. അവിടെ ഡർട്ടും പിന്നെ അതുപോലെ കേവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സ്പോൺ പ്രൂഫ് ആക്കിയിട്ട് നമുക്ക് അയൺ ഗോളം ഫാം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെയുള്ള എക്സസൈസ് ആയിട്ട് നിൽക്കുന്ന ലാൻഡും അതൊക്കെ നമുക്ക് മൊത്തം ക്ലീൻ ചെയ്തിട്ട് മൊത്തം പ്ലെയിൻ ആയിട്ട് എടുക്കണം. ഞാൻ അതിലും പറ്റുന്ന ഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് അയൺ ഗോളം ഫാം സെറ്റ് ചെയ്യണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മെഗാ അയൺ ഗോളം ഫാമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ടോട്ടൽ 12 വില്ലേജേഴ്സ് വേണ്ടി വരും, അതുപോലെ 4 സോംബീസും വേണ്ടി വരും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഫാമിൽ ഒരേ സമയത്ത് 4 അയൺ ഗോളമൊക്കെ സ്പോൺ ആവും. അപ്പോൾ നമുക്ക് ഒരുപാട് അയൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ട്രേഡിങ്ങിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് അധികം യൂസ് ആവും. അയൺ ഫാമിന് വേണ്ടിയുള്ള ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അന്നത്തേക്ക് നമുക്ക് വില്ലേജേഴ്സിനെയും സോംബീസിനെ കൊണ്ടും പിടിച്ചിടണം. വില്ലേജേഴ്സ് നമുക്ക് മൊത്തം 12 വരെ പിടിച്ചിടണം. ഓരോ പോർട്സിനകത്ത് നമുക്ക് 3 വരെ ഇടണം. അതിൽ 4 ഉണ്ട്. അതുപോലെ ഓരോ പോർട്സിനകത്ത് നമുക്ക് ഓരോ സോംബീസിനെ കൊണ്ടും പിടിച്ചിടണം. അപ്പോൾ ഇനി നമുക്ക് 12 വില്ലേജേഴ്സിനെ നമുക്ക് ആ വില്ലേജർ ബീഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് പിടിച്ചിടണം. വില്ലേജേഴ്സ് ഇപ്പോഴേ കുറച്ചൊക്കെ സ്പോണായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ വർക്ക് ചെയ്യണനുസരിച്ച് തന്നെ. പിന്നെ ഇവരെ നമുക്ക് നമ്മുടെ ഫാമിലേക്ക് എത്തിക്കണം. ബോട്ടും റെയിലും ഉപയോഗിച്ചിട്ടാണ് വില്ലേജേഴ്സിനെ പിടിച്ച് പോർട്സിനകത്ത് ഇടുന്നത്. നമുക്ക് ഓരോ പോർട്സിനകത്ത് 3 വില്ലേജേഴ്സിനെ ഇടണം. അങ്ങനെ ഈ എല്ലാ പോർട്സിനകത്ത് നമുക്ക് വില്ലേജേഴ്സിനെ നിറച്ചിട്ട് സോംബീസിനെ പിടിച്ചിടാം. ടൈം നൈറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് സോംബീസിനെ പിടിച്ചിടണം. ഞാൻ ഇവിടെ ചെറിയ കേജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എളുപ്പത്തിൽ സോംബീസിനെ ഇടാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സോംബീസിനെ ഇവിടെ ലീഷ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. ഇനി അവനെ പിടിച്ചിട്ട് ആ ഒരു പോർട്സിൻ്റെ അകത്തേക്ക് എത്തിക്കണം. ഈ ഒരു ട്രാപ്പ് ഡോർ അടച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവൻ ആ ഒരു ബോട്ടിൻ്റെ അകത്ത് പോയി ഇരുന്നോളും. അങ്ങനെ ഫാം വർക്ക് ആയിക്കോളും. അങ്ങനെ ഫേസ് 1 സെക്കൻഡ് ഫാമും കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അയൺ ഫാം അല്ല, മെഗാ അയൺ ഫാമാണ്. എല്ലാം സെറ്റാണ്. വില്ലേജേഴ്സിനെയും സോംബീസിനെയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫാം വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അയൺ കോളംസ് സ്പോണായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു അയൺ മൊത്തം നമുക്ക് ട്രേഡിങ്ങിനും പല കാര്യങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട്. അൺലിമിറ്റഡ് ആയിട്ട് അയൺ കിട്ടിയതുകൊണ്ട് തന്നെ നമുക്കിനി വേറെ ഫാമൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും 6 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ 2 ഫാം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുമെന്ന്. പക്ഷേ നമുക്ക് ഫേസ് 1 ഇനിയും ഒരുപാട് ഫാമുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഹാർഡ് കോർ ആയതുകൊണ്ട് തന്നെ മരിച്ചതിനെ പിന്നെ റീസ്പോൺ ആവാൻ സാധിക്കില്ല. ബോസ് ഫൈറ്റിലൊക്കെ മരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ടോട്ടംസ് എന്ന് പറഞ്ഞ സാധനം ആവശ്യമാണ്. ടോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് മരിച്ചതിന് ഒരു സെക്കൻഡ് ലൈഫ് കിട്ടിയതാണ്. അതുകൊണ്ട് ഫേസ് 1 കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു മെയിൻ ഫാമാണ് ടോട്ടം ഓഫ് അൺഡൈങ്ങിൻ്റെ റെയ്ഡ് ഫാം. റെയ്ഡ് ഫാം ഉണ്ടാക്കാനായിട്ട് ഞാൻ അതിനെ വില്ലേജർ ബ്രീഡിൽ നിന്ന് ഒരു വില്ലേജറിനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബേസ് വരെ ഒന്ന് പോകണം. അവിടെ നിന്ന് കുറച്ച് റിസോഴ്സസ് ഗ്യാദർ ചെയ്യണം റെയ്ഡ് ഫാം ഉണ്ടാക്കാനായിട്ട്. മൈനിങ് ഏരിയയിൽ നിന്നും കുറച്ച് റിസോഴ്സ് ഗ്യാദർ ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ലാവ കളക്ട് ചെയ്യണം ഈ ഒരു മൈനിങ് ഏരിയയിൽ നിന്ന്. ഇതാണ് മൈനിങ് ഏരിയ. ഇത് കഴിഞ്ഞ 50 ഡേയ്സിൽ ഉണ്ടാക്കിയതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഡയമണ്ട് ആർമറൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ വന്ന സ്ഥിതിക്ക് അവിടുന്ന് കുറച്ച് ലാവയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് മേളിലേക്ക് പോവാം. ഞാൻ ഓൺലൈനിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള റെയ്ഡ് ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാലും അത് ടോട്ടം ഫണ്ടായി പ്രൊഡ്യൂസും ചെയ്യും. അങ്ങനത്തെ ഒരു റെയ്ഡ് ഫാമാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് റൂൾസൊക്കെ ഫോളോ ചെയ്യണം. അതായത് ഇന്നത്തുള്ള കോർഡിനേറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു ഫാം ഉണ്ടാക്കാനായിട്ട്. അതൊന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ ഫാം വർക്കാവില്ല. അതുപോലെ 2 ഡിസ്റ്റൻസ് ആയിട്ടിട്ടിട്ട് അടുത്ത ലാൻഡും ഒന്നും കാണാൻ പാടില്ല. അതൊക്കെ ഒരു റൂളാണ് ഈ ഒരു ഫാം ഉണ്ടാക്കുമ്പോൾ. ഈ ഒരു ഫാം ഉണ്ടാക്കാൻ നമുക്ക് അധികം റിസോഴ്സൊന്നും വേണ്ടി വരില്ല. അതും വേറൊരു കാര്യമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഫാം ഉണ്ടാക്കാനായിട്ട് പോവാണ്.
ഞാൻ റൂൾസ് ഫോളോ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് റെയ്ഡ് സ്പോൺ ആവണത്. ഇനി ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളും സെറ്റ് ആക്കാനുണ്ട്. റേഡ് ഫാമിന് വേണ്ടിയുള്ള എക്സ്റ്റീരിയർ ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇന്നത്തേക്ക് നമുക്ക് വില്ലേജറിനെ കൂടെ പിടിച്ചിടണം. ഞാനിവിടെ ചെറിയ രീതിയിൽ ഒരു പോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരു ബാരൽ വെച്ചിട്ടുണ്ട് വില്ലേജറിന് ജോലിക്കായിട്ട്. കൂടാതെ വില്ലേജറിന് പോകാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി ഡയറക്റ്റ് വില്ലേജർ ആ ഒരു പോഡിനകത്ത് പോയിരുന്നോളും. അങ്ങനെ റേഡ് ഫാം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ആവാൻ നോക്കണം. അതിനായിട്ട് ഒരു ഒമിനസ് ബോട്ടിൽ വേണ്ടി വരും. ഒമിനസ് ബോട്ടിൽ എൻ്റെ കൂടെ ഓർമ്മിരിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഈ ഫാം വർക്ക് ആവാമെന്ന് പോയി നോക്കണം. ഞാൻ ഒരു ഒമിനസ് ബോട്ടിൽ എടുത്ത് കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ റെയ്ഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി റെയ്ഡ് സ്റ്റാർട്ടായിട്ട് നമുക്ക് ടോട്ടംസ് എത്ര കിട്ടുമെന്ന് പോയി നോക്കണം. ഞാൻ ഫാം ഉണ്ടാക്കിയപ്പോൾ എന്തോ ഒരു പിഴ പറ്റിയിട്ടുണ്ട്. ആ ഒരു റെയ്ഡൊക്കെ പുറത്ത് സ്പോണായി. ഞാൻ ഏതോ ഭാഗത്ത് ബട്ടൺ വെക്കാനായിട്ട് മറന്നുപോയിട്ടുണ്ടായി. ഞാൻ റെയ്ഡ് കഴിഞ്ഞപ്പോഴേക്കും അതും കൂടെ ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു ഭാഗത്ത് ബട്ടൺ വെക്കാൻ മറന്നു പോയതാണ്. ഏതായാലും ആ ഒരു റെയ്ഡ് ഫാമിൽ നമുക്ക് ഫസ്റ്റിന് ഇത്രയും അധികം ടോട്ടംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെയ്ഡ് ഫാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് പവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒമിനസ് ബോട്ടിൽസ് വേണം. അപ്പോൾ ഒമിനസ് ബോട്ടിൽസ് വേണമെങ്കിൽ നമുക്ക് ഒമിനസ് ബോട്ടിൽ ഫാം ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഫാം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഔട്ട് പോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഔട്ട് പോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പോകണം. ഞാൻ ഏതായാലും മൗണ്ടനുള്ള ഭാഗത്തേക്ക് പോവാണ്. കാര്യം മൗണ്ടനുള്ള ഭാഗത്ത് ഔട്ട് പോസ്റ്റ് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് മൗണ്ടൻസ് കാണാൻ പറ്റും. അങ്ങനെ ഓടി അത്യാവശ്യം വലിയൊരു മൗണ്ടൈൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊന്നും ഒരു ഔട്ട് പോസ്റ്റിലും കാണാൻ പറ്റിയില്ല. പക്ഷേ അപ്പുറം ഒരു വലിയ മൗണ്ടൈൻ കാണുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് എന്തായാലും ഒരു ഔട്ട് പോസ്റ്റ് കാണാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം അത് അത്രയും വലിയ മൗണ്ടൈനാണ്. ഇനി ആ ഒരു മൗണ്ടൈനെ മേളിൽ കയറിയിട്ട് ഔട്ട് പോസ്റ്റ് കിട്ടുമെന്ന് നോക്കണം. ഇത് അത്യാവശ്യം വലിയൊരു മൗണ്ടൈനാണ്. ഇനി അതിൻ്റെ മേളിലേക്ക് നിന്ന് കയറണം. ഇതൊരു വലിയൊരു മൗണ്ടൈനാണ്. ഇതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ വലിയൊരു വ്യൂ കാണാനായിട്ട് പറ്റും. ആ ഒരു താഴത്തെ ഒരു ചെറിയ മൗണ്ടൈൻ മൊത്തം കാണാനായിട്ട് പറ്റും. നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന മൗണ്ടൈനിൽ തന്നെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടായി. അപ്പോൾ ആ ഒരു ഔട്ട് പോസ്റ്റ് കണ്ട സ്ഥിതിക്ക് അവിടെ ഒരു ഒമിനസ് ബോട്ടിൽ ഫാം ഉണ്ടാക്കാനായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ഒരു ഭാഗത്ത് ഒരു നെതർ പോർട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ബേസായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. കാര്യം എളുപ്പത്തിൽ ഈ ഭാഗത്ത് വന്ന് പോകാൻ വേണ്ടി ഈ ഒരു നെതർ പോർട്ടൽ സഹായിക്കും. പിന്നെ ഞാനിവിടെ കുറച്ച് അയൺ കോളത്തെ സ്പോൺ ആക്കിയിട്ടുണ്ട്. കാര്യം അത്യാവശ്യം കുറേ വില്ലേജേഴ്സ് ഇവിടെ സ്പോൺ ആവുന്നുണ്ട്. ഇവന്മാരാണെങ്കിൽ ഒരു ഇതില്ലാതെ പോലെ സ്പോൺ ആവുന്നത്. പിന്നെ ഇതിൻ്റെ അടിഭാഗം കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഫാം ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒമിനസ് ബോട്ടിൽസ് കിട്ടും. ഈ ഒരു ഔട്ട് പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ആലൈ എന്ന് പറഞ്ഞ മോബിനെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മോബിനെ പറ്റി എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വേൾഡിൽ കാണുന്നത് തന്നെ ഇവരെ. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇവരെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ബേസിലേക്ക്. അങ്ങനെ ഫേസ് 1 കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ ഫാമും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒമിനസ് ബോട്ടിൽ ഫാമാണ്. ഇവിടെ നമുക്ക് ഒമിനസ് ബോട്ടിൽസ് കിട്ടും. ഞാൻ ഇപ്പോൾ AFK ആണ്. ഇവിടെ നിന്നിട്ട് ഒമിനസ് ബോട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് റേഡ് ഫാമിൽ ചെന്നിട്ട് ടോട്ടംസ് ഓഫ് ഫണ്ടയും കിട്ടും. ഈ ഒരു ഫാം ഉണ്ടാക്കാൻ നല്ല പാടായിരുന്നു. കാര്യം ഒരുപാട് വില്ലേജസ് സ്പോൺ ആവുന്നുണ്ടായി. അതുപോലെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് ഈ ഫാം ഉണ്ടാക്കാനായിട്ട്. എന്നാലും ഫാം വർക്ക് ആവുന്നുണ്ട്. ഇവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വില്ലേജസ് നടന്നു പോകാൻ കാണാൻ പറ്റും. അവർ നേരെ ആ ലാവാപ്പൂളിലേക്ക് ചാടി മരിക്കും. അവിടെ നമുക്ക് ഒമിനസ് ബോട്ടിൽസ് കണക്ട് ചെയ്യാനും പറ്റും. കളക്ടിങ് ചേമ്പറിൽ ഇപ്പോഴേ ഒമിനസ് ബോട്ടിൽസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഒമിനസ് ബോട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് റെയ്ഡ് ഫാമിലേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്ന് ടോട്ടംസ് ഓഫ് ഫണ്ടയും കൂടെയും കളക്ട് ചെയ്യണം. ഈ ആലൈ എന്ന് പറഞ്ഞ മോബ് ഞാൻ കാണാൻ നല്ല രസമുണ്ട്. ഇവർ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇവർക്ക് ഇങ്ങനെ അയൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി തിരിച്ചെടുത്ത് തരുന്നുണ്ട്. ഇവരുടെ ഫീച്ചേഴ്സിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ റെയ്ഡ് ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒമിനസ് ബോട്ടിലൊക്കെ കുടിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ടോട്ടംസ് ഓഫ് ഫണ്ടയും കൂടെ കളക്ട് ചെയ്യണം. കുറച്ച് AFK എന്നിട്ട് ടോട്ടംസ് ഓഫ് ഫണ്ടയും കളക്ട് ചെയ്യണം. അങ്ങനെ റെയ്ഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഹീറോ ഓഫ് ദ വില്ലേജ് കിട്ടിയിട്ടുണ്ട്.
ഈ ഒരു ചെസ്റ്റിനകത്ത് നമുക്ക് ഒരുപാട് ടോട്ടംസ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വരുന്ന ബോസ് ഫൈറ്റിലൊക്കെ ആവശ്യം വരും. കാര്യം എന്തായാലും മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ടോട്ടം വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് ലൈഫ് കിട്ടും. അങ്ങനെ ആ ഒരു ഫാമോട് കൂടി എസെൻഷ്യലായിട്ടുള്ള എല്ലാ ഫാംസും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അയൺ ഫാം, റെയ്ഡ് ഫാം, അങ്ങനെയുള്ള എസെൻഷ്യലായിട്ട് എല്ലാ ഫാമും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫേസിലേക്ക് പോകണം. നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ phase 2 ആണ്. ഇതാണ് ഇപ്പോഴത്തെ ടൂൾസിൻ്റെ ആർമേഴ്സിൻ്റെ അവസ്ഥ. ഏകദേശം പൊട്ടാറായിട്ടുണ്ട്. അതുമാത്രമല്ല നല്ലൊരു എൻജാൻറ്റ് പോലുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു phase 2 ഇതൊക്കെ റിപ്പയറും ചെയ്യണം. അതുമാത്രമല്ല OP എൻജാൻറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. ഈ എൻജാൻറ്റെല്ലാം ഒപ്പിക്കാൻ പോകുന്നത് വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് വില്ലേജേഴ്സിന് ട്രേഡിംഗ് ഹാളും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ phase 2 നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ടൂൾസിനും ആർമേഴ്സിനും കിട്ടാവുന്ന ഏറ്റവും നല്ല OP എൻജാൻറ്റ് കൊടുക്കുക എന്നതാണ്. അത് തുടങ്ങുന്നത് ഈ ഒരു വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ടാണ്. ഈ ഒരു ഫാമറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് പൊട്ടാറ്റോ കൊടുത്തിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ ട്രേഡിംഗ് ഹാൾ വരാൻ പോകുന്നത് നമ്മുടെ ഫാക്ടറിയിൽ തന്നെയാണ്. കാരണം അതുകൊണ്ട് ബാക്കിയുള്ള ഫാമും കൂടി വർക്ക് ആയിക്കോളും. അപ്പോൾ അത് തന്നെ ഈ ട്രേഡിംഗ് ഹാൾ വരേണ്ട ഭാഗം നമുക്ക് ടെറാഫോം ചെയ്തെടുക്കണം. ട്രേഡിംഗ് ഹാൾ വരേണ്ട ഭാഗം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേഡിംഗ് ഹാൾ വേണ്ട റിസോഴ്സസ് ഗ്യാദർ ചെയ്യണം. ആദ്യം തന്നെ കുറച്ച് റെഡ് സ്റ്റോൺ എടുക്കാനായിട്ട് പോവാണ്. ട്രേഡിംഗ് ഹാളിന് വേണ്ടി അഡീഷണൽ ആയിട്ട് കുറച്ച് ബ്ലോക്കും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. നമ്മളിവിടെ വർക്ക് ചെയ്യണനുസരിച്ച് തന്നെ ഈ അയൺ ഫാം വർക്ക് ആവുന്നുണ്ട്. ഒരുപാട് അയണും കിട്ടുന്നുണ്ട്. ആവശ്യത്തിന് വേണ്ട റിസോഴ്സ് എല്ലാം ഗ്യാദർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രേഡിംഗ് ഹാളും കൂടെ സെറ്റ് ചെയ്യാം. ആദ്യം ലേഔട്ടിൽ തന്നെ തുടങ്ങുകയാണ്. ഡിസൈന് വേണ്ടി ഞാൻ കുറച്ച് സ്പ്രൂസിൻ്റെ പ്ലാങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിസ്റ്റൺ യൂസ് ചെയ്ത് കുറച്ച് റെഡ് സ്റ്റോണിൻ്റെ പണിയും കൂടി ഉണ്ടായി. വില്ലേജേഴ്സിനെല്ലാം ഞാൻ കൊണ്ടുവരുന്നത് ഈ റെയിൽ വഴിയാണ്. റെയിൽ വഴി നമുക്ക് ഡയറക്റ്റ് വില്ലേജേഴ്സിനെ ആ ട്രേഡിംഗ് ഹാളിലേക്ക് കയറ്റിയിട്ട് ആവശ്യത്തിനുള്ള ട്രേഡ് കൊടുക്കുകയാണ്. വില്ലേജേഴ്സൊക്കെ നല്ല ട്രേഡ് തന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വില്ലേജർ നമുക്ക് 10 എമറാൾഡിന് ഇൻഫിനിറ്റി ബുക്ക് തരുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. ഇൻഫിനിറ്റി നല്ലൊരു എൻചാൻ്റാണ്. ഒരു വില്ലേജർ സിൽക്ക് ടച്ച് വിൽക്കുന്നുണ്ട്. അതും 11 എമറാൾഡിന്. ഇവിടെയുള്ള ഒരു ഫാമറിന് ഞാൻ മാക്സിമം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് വിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇനി തൊട്ട് അൺലിമിറ്റഡ് ഫുഡ് ഈ ഒരു വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അതും ഗോൾഡൻ ക്യാരറ്റ്. ഏറ്റവും കൂടുതൽ എമറാൾഡ് കിട്ടുന്നത് ഈ ഒരു ടൂൾസ്മിറ്റിൻ്റെ കയ്യിൽ നിന്നാണ്. ഇവർ നമുക്ക് അയൺ ടു എമറാൾഡ് ട്രേഡ് തരും. അതുവഴി ഒരുപാട് എമറാൾഡ് നമുക്ക് ഒപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം നമുക്ക് ആവശ്യ ട്രേഡൊക്കെ വില്ലേജേഴ്സ് വിറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വില്ലേജർ നമുക്ക് ഫയർ ആസ്പെക്റ്റ് വിൽക്കുന്നുണ്ട്. ഈ ഒരു വില്ലേജർ നമുക്ക് അക്വ അഫിനിറ്റി വിൽക്കുന്നുണ്ട്. ഈ ഒരു വില്ലേജർ എഫിഷ്യൻസി 5 വിൽക്കുന്നുണ്ട്. ഈ ഒരു വില്ലേജർ സ്വീപ്പിംഗ് എഡ്ജ് വിൽക്കുന്നുണ്ട്. ഈ ഒരു വില്ലേജർ നമുക്ക് ലൂട്ടിംഗ് 2 വിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വില്ലേജർ മെൻഡിങ് വിൽക്കുന്നുണ്ട്. അത് 12 എമറാൾഡിന്. അത് നമുക്ക് കുറയ്ക്കാം. ഈ ഒരു വില്ലേജർ ത്രോൺസ് 3 വിൽക്കുന്നുണ്ട്. അത് 24-ന്. നമുക്കിത് സോംബിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വില്ലേജർ അൺബ്രേക്കിംഗ് 3 വിൽക്കുന്നുണ്ട്. അത് 12 എമറാൾഡിന്. പിന്നെ ഇവിടെ ഒരു വില്ലേജർ നമുക്ക് റെസ്പിറേഷൻ 3 വിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എൻജാൻ്റൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു വില്ലേജർ നമുക്ക് പ്രൊട്ടക്ഷൻ 4 ആണ് വിൽക്കുന്നത്. അത് 53 എമറാൾഡ്. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. നമുക്കിതിൻ്റെ കോസ്റ്റ് എല്ലാം കുറച്ചിട്ട് എല്ലാം എൻജാൻറ്റും വാങ്ങണം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റെയ്ഡ് ഫാം എന്നാണ്. റെയ്ഡ് ഫാം നമുക്ക് ഹീറോ ഓഫ് ദി വില്ലേജ് വെച്ച് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അത് വെച്ചിട്ട് എല്ലാ എൻജാൻറ്റ് വാങ്ങാനാണ് ഞാൻ കരുതുന്നത്. ഞാൻ എല്ലാ എൻജാൻറ്റും വാങ്ങിച്ചിട്ടുണ്ട്. അത് ഹീറോ ഓഫ് ദി വില്ലേജറിൻ്റെ ഡിസ്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഈ എൻജാൻ്റ് എല്ലാം നമ്മുടെ ടൂൾസിനും ആർമേഴ്സിലായിട്ട് ഇടണം. അത് കുറച്ച് ടാസ്കിയാണ്. കാര്യം അതിന് നമുക്ക് ഒരുപാട് XP വേണ്ടി വരും. XP ഫാമിൽ നിന്ന് നമുക്ക് XP കളക്ട് ചെയ്തിട്ട് ആ XP ഉപയോഗിച്ചിട്ട് ടൂൾസും ആർമേഴ്സും എൻജാൻറ്റ് ചെയ്യണം. ഞാൻ ഏതായാലും ഫുൾ സെറ്റ് ഓഫ് ഡയമണ്ട് ആർമർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഡയമണ്ട് ആർമറിൽ നമുക്ക് വേണ്ട എൻജാൻറ്റും കൂടി ആഡ് ചെയ്യണം. ഞാൻ ഇപ്പോൾ സോഡാണ് എൻജാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓൾറെഡി ഉള്ള എൻജാൻറ്റ് ഉപയോഗിച്ചിട്ട് എല്ലാം ഒന്ന് എൻജാൻറ്റ് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം ഞാൻ എല്ലാം എൻജാൻറ്റും ടൂൾസിലും ആർമേഴ്സിലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് XP ഒരുപാട് വേണ്ടി വന്നു. എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നത് പ്രൊട്ടക്ഷൻ 4ഉം അൺബ്രേക്കിംഗ് ആൻഡ് മെൻഡിങ് ആണ്. പിന്നെ അഡീഷണൽ ആയിട്ട് വേറെ കുറച്ച് എൻജാൻറ്റും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്.
ഡ്രോൺസും പിന്നെ അങ്ങനെ വേറെ കുറച്ച് എൻജാനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ടൂൾസിന് അങ്ങനെ തന്നെ കോമണായിട്ട് കൊടുക്കേണ്ട എൻജാൻ്റെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ സോഡിലാണ് ഏറ്റവും കൂടുതൽ എൻജാൻ കൊടുത്തിട്ടുള്ളത്. മിക്ക എൻജാനും ഞാൻ ഈ സോഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് സോഡ് അത്യാവശ്യം OP ചെയ്യാൻ തോന്നുന്നു. ഈ എൻജാൻ്റെ എല്ലാം ഈ വില്ലേജേഴ്സിൻ്റെ എന്നുള്ള ട്രേഡ് ഉപയോഗിച്ചിട്ടാണ് കിട്ടിയത്. R1 ടൂൾസ് എല്ലാം OP ആക്കിയ ശേഷം ഞാൻ നേരെ പോയത് നെതറിലാണ്. നെതറിൽ ഞാനൊരു നെതർ ഫോർട്രസ് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് കുറച്ച് ബ്ലേസ് റോഡ്സ് ഒപ്പിക്കണം. ബ്ലേസ് റോഡ്സ് നമുക്ക് എൻ്റർ ഫൈറ്റിനും പിന്നെ ഒരുപാട് ബ്രൂവിങ്ങിനൊക്കെ ആയിട്ട് ആവശ്യമുണ്ട്. ഫോർട്രസ് കയറിയ ഉടനെ തന്നെ നമുക്ക് സ്കെൽട്ടൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങേണ്ടി വന്ന്. എത്ര നോക്കിയിട്ടും അവന്മാരിൽ നിന്ന് അടി കൊള്ളാതിരിക്കാൻ പറ്റിയില്ല. നമ്മുടെ കയ്യിൽ അത്യാവശ്യം OP എൻജാൻ്റ് ഉള്ളതുകൊണ്ട് മാത്രം അവൻ്റെ ഒപ്പം പിടിച്ചേക്കാനായിട്ട് പറ്റിയല്ലേ ഞാൻ എന്തായാലും ചത്തേനെ. സ്കെൽട്ടൻസിനെ കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് അവരിൽ നിന്ന് വിതർ സ്കള്ള് കിട്ടിയിട്ടുണ്ടായി. അത് നമുക്ക് വിതറിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്യുമ്പോൾ ആവശ്യം വരും. ഒരു ബ്ലേസ് റോഡിനെ കണ്ട സന്തോഷത്തിന് അവരെ പോയി തല്ലാൻ പോയപ്പോഴാണ് അവിടെ നിന്ന് എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാരെ ഒന്ന് തന്നെ ചുറ്റിയത്. എല്ലാ സ്കൾട്ടനും ഒന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. ഇവന്മാരിങ്ങനെ തീ തൂപ്പിക്കൊണ്ട് തന്നെ സ്ക്രീൻ മൊത്തം കാണാനുണ്ടായില്ല. ഫ്രണ്ടിലേക്ക് ഓടി ചെന്നപ്പോഴേക്കും അവിടെ നിന്നും ഒരു സ്കൾട്ടനെ ഓടി വന്ന്. എന്നാൽ അപ്പുറേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അവിടെ മതിലായിരുന്നു. എന്തായാലും ചാവുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ടോട്ടം ഉണ്ടായി. അതുകൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ ആദ്യത്തെ ടോട്ടം അവിടെ വെച്ച് പൊട്ടി. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ബ്ലേസ് റോഡ് സ്പോണാവുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അവിടെ കുറച്ച് നേരം ഗ്രൈൻഡ് ചെയ്തിട്ട് കുറച്ച് ബ്ലേസ് റോഡ് ഒപ്പിക്കണം. അവിടെ വെച്ച് അറിയാതൊരു പിഗ്ലിനെ കയറി ഞാൻ തല്ലിയതാണ്. അമ്മേനെ സറൗണ്ട് ചെയ്ത് വീണ്ടും ഒരു ടോട്ടം കൂടെ പൊട്ടി. അമ്മമാരാണെങ്കിൽ ഒരു ഇതില്ലാതെ പോലെ തന്നെ ചുറ്റിനിട്ട് പൂട്ടിയ അമ്മമാർ. ഇതിനിടയ്ക്ക് നമുക്ക് 3 വിതർ സ്കള്ളും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ വന്ന വഴി. മൊത്തം ബ്ലോക്ക് വെച്ച് ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാണ് ചെയ്തത്. പക്ഷേ അവിടെയുള്ള എല്ലാം പിഗ്ലിനെ ഞാൻ കൊന്നിട്ടുണ്ട്. ഇനി അവന്മാരെ പേടിക്കണ്ട. അങ്ങനെ വലിയ ഫൈറ്റിനൊടുവിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. 38 ബ്ലേസ് റോഡ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വേറെ ആൾക്കാരെ ഞാൻ കൊല്ലേണ്ടി വന്നിട്ടുണ്ടായി. ഇനി നമുക്ക് തിരിച്ച് ബേസിലേക്ക് പോവാം. അങ്ങനെ ബ്ലേസ് റോഡ് കൂടെ ഒപ്പിക്കുന്നതോടെ ഫേസ് 2 വെച്ച് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഡയറക്റ്റ് പോകുന്നത് ഫേസ് 3യിലേക്കാണ്. ഏറ്റവും വലിയ ഫേസ് ആണത്. ഈ ഫേസ് 3യിൽ മെയിനായിട്ടും ചെയ്യേണ്ടത് മേജറായിട്ടുള്ള ബോസിനെ ഫൈറ്റ് ചെയ്യണം. ഡെഡ്ലി ആയിട്ടുള്ള ഒരുപാട് സ്ട്രക്ചർ എക്സ്പ്ലോർ ചെയ്യണം. OP ആയിട്ടുള്ള നെതറേറ്റ് ടൂൾസ് ആൻഡ് ആർമേഴ്സ് ഉണ്ടാക്കണം. പിന്നീട് കുറച്ച് ബിൽഡും കൂടെയും ക്രിയേറ്റ് ചെയ്യണം. ഈ ഫേസ് 3യിൽ മരിക്കാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. ഫേസ് 3 നമ്മൾ ഫസ്റ്റിന് ഡിഫീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എൻഡർ ഡ്രാഗനെയാണ്. ബ്ലേസ് റോഡൊക്കെ നേരത്തെ കളക്ട് ചെയ്തിട്ടുണ്ടായി. പിന്നെ കുറച്ച് എൻഡർപേൾ അത് വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ട്രേഡ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് എൻഡർപേൾ നേരത്തെ തന്നെ വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ട്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എൻഡർ ഡ്രാഗൺ ഫൈറ്റിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ പ്രിപ്പയർ ആവണം. പ്രിപ്പയർ ആകാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഉദ്ദേശിക്കുന്ന കുറച്ച് പോർഷൻസ് പ്രൂവ് ചെയ്യണം. സ്ട്രെങ്ത്, റീജനറേഷൻ, സ്ലോ ഫാൾ, ഈ 3 പോർഷൻസാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. ഈ കാണുന്ന വില്ലേജറാണ് നമുക്ക് ഐ ഓഫ് എൻഡർ വിറ്റത്. നമുക്ക് നൈറ്റ് സർവൈവ് ചെയ്യണം. കാരണം ഫാൻറ്റംസ് സ്മോണാണ്. ഫാൻറ്റംസ് വഴിയാണ് നമുക്ക് ഫാൻറ്റം മെമ്പറും കിട്ടുള്ളൂ. അതുണ്ടെങ്കിലാണ് സ്ലോ ഫാൾ പോർഷൻസ് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് സ്ട്രെങ്ത് പോർഷൻസ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്ട്രെങ്ത്തിൻ്റെ കുറച്ച് ഡ്യൂറേഷൻ കൂടിയതും ഒന്ന് സ്ട്രെങ്ത് 2 2 ടൈപ്പ് പോർഷൻസ് ഞാൻ പ്രൂവ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അതിന് റെസ്റ്റോൺ വെക്കണം. പിന്നെ രണ്ടാമതായിട്ട് കുറച്ച് ഗ്ലോ സ്റ്റോണും കൂടെ വെക്കണം. 2 ഫാൻറ്റംസ് സ്പോൺ ആയിട്ടുണ്ട്. അവർ നമുക്ക് ഫാൻറ്റം മെമ്പറിനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലോ ഫാൾ പോർഷനും കൂടി ബ്രൂ ചെയ്യാം. സ്ലോ ഫാൾ പോർഷനും കൂടെ ഞാൻ ബ്രൂ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാസ് ചെയർ ഇരിക്കുന്നുണ്ട്. അതൊരു റീജനറേഷൻ പോർഷൻ കൂടെ ബ്രൂ ചെയ്യാം. പോർഷൻ ഓഫ് റീജനറേഷൻ ഞാൻ ബ്രൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണ്ട കുറച്ച് പോർഷൻസ് ഞാൻ ബ്രൂ ചെയ്തിട്ടുണ്ട്. റീജനറേഷൻ, സ്ട്രെങ്ത്, സ്ലോ ഫാൾ അതെല്ലാം ഞാൻ ഈ ചെസ്റ്റിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഐ ഓഫ് എൻഡറും കൂടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രോങ് ഹോൾഡ് തപ്പാനായിട്ട് പോവാം. ഈ ഐ ഓഫ് എൻഡർ കാണിക്കുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ഹോൾഡിലേക്ക് എത്താൻ പറ്റും. ഞാനൊരു ബോട്ട് എടുത്ത് നേരെ ഐ ഓഫ് എൻഡർ കാണിച്ച വഴിയിലേക്ക് പോവാണ്. ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. വേണ്ട ടോട്ടംസും ഫുഡും പിന്നെ അത്യാവശ്യം വേണ്ട പോർഷൻസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പോയി നമ്മൾ മുമ്പ് വന്ന മലേൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റർപേൾ നമ്മൾ വന്ന ദിശയിലേക്ക് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് നമ്മൾ സ്ട്രോങ് ഹോൾഡിൻ്റെ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. നമ്മളിപ്പോൾ വെക്കുന്നത് സ്ട്രോങ് ഹോളിൻ്റെ ഏകദേശം ഭാഗത്താണ്. ഡിഗ് ചെയ്ത് ഡയറക്റ്റ്ലി സ്ട്രോങ് ഹോളുള്ള ഭാഗത്തേക്ക് എത്തി. ഇനി ആ ഒരു ഫ്രെയിം വർക്കുള്ള റൂമും കൂടി കണ്ടുപിടിക്കണം. കുറച്ചുകൂടി നടന്നപ്പോഴേക്കും ഫ്രെയിം വർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഐ ഓഫ് എൻഡർ വെച്ചിട്ട് അടുത്ത ഡൈമെൻഷനിലേക്ക് പോകണം. ഞാൻ ഏതായാലും റീസ്പോണും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള കാര്യങ്ങളും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഐ ഓഫ് എൻഡറും കൂടെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ആ പോർട്ടൽ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവസാനമായിട്ട് പ്രിപ്പയറും കൂടെ ചെയ്തിട്ട് ആ പോർട്ടലിലേക്ക് എടുത്ത് ചാടാൻ പോവുകയാണ്. കൊണ്ടുവന്ന പോർഷൻസ് എല്ലാം ഞാൻ കുടിക്കുന്നുണ്ട്. വേണ്ട ടോട്ടംസ് എല്ലാം കയ്യിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഫുഡും കഴിക്കുന്നുണ്ട്. അങ്ങനെ ചാടാനുള്ള ടൈമായിരിക്കുന്നു. എൻ്റെ ഡൈമെൻഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെ നിന്നുള്ള ക്രിസ്റ്റൽസ് എല്ലാം ഡിസ്ട്രോയ് ചെയ്യണം. കാരണം അതാണ് ആ ഒരു ഡ്രാഗന് ഹെൽത്ത് കൊടുക്കുന്നത്. അതെല്ലാം പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ക്രിസ്റ്റൽസും ഡിസ്ട്രോയ് ചെയ്യണം. ഇപ്പോൾ ഏറ്റവും മേളിലാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ബാക്കിയുള്ള ക്രിസ്റ്റൽസും കൂടെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റും.
ഉള്ള ക്രിസ്റ്റൽസ് എല്ലാം ഡിസ്ട്രോയ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു ഡ്രാഗനെയും കൂടി ഡിസ്ട്രോയ് ആയിട്ടുള്ളൂ. കുറച്ച് ഡ്രാഗൺ സ്പ്രെഡും കൂടെ കളക്ട് ചെയ്യണം. ഡ്രാഗൺ താഴേക്ക് വന്നു, പക്ഷേ അവൻ്റെ കാല കിട്ടിയുള്ളൂ, എനിക്ക് തല കിട്ടിയില്ല, ടൈം ഉണ്ടായില്ല. ഡ്രാഗൺ ഏകദേശം മരിക്കാറായിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഷോട്ടിലൂടെ ഡ്രാഗൺ ഡിഫീറ്റ് ആയിരിക്കുന്നു ഗൈസ്. നമുക്ക് ഫ്രീ ദ എൻഡ് എന്ന് പറഞ്ഞ അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഡ്രാഗൻ്റെ എഗ്ഗും കൂടെ എടുക്കണം, അതും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡ്രാഗൻ്റെ എഗ്ഗും കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞ അച്ചീവ്മെൻറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ പോർട്ടൽ കയറിയിട്ട് എൻഡ് സിറ്റിയിലേക്ക് പോകണം. അവിടെ നമുക്ക് എലക്ട്രം കൂടെ ഹണ്ട് ചെയ്യാനായിട്ടുണ്ട്. പോർട്ടലിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു എൻഡ് സിറ്റി കണ്ടിട്ടുണ്ട്. അതിലൊരു ഷിപ്പും ഉണ്ട്. നമ്മൾ ഭയങ്കര ലക്കി ആയിരുന്നു. എൻഡ് സിറ്റിയിലേക്ക് കയറിയിട്ട് അവിടെ നിന്നുള്ള ലൂട്ടും പിന്നെ ഷൾക്കേഴ്സും ഏറ്റവും ആയിട്ട് എലക്ട്രയും കൂടെ നമുക്ക് ഹണ്ട് ചെയ്യണം. അവിടെ കയറിയപ്പോൾ തന്നെ എന്നെ പറപ്പിച്ചിട്ടുണ്ട്. ഞവന്മാരെ എങ്ങനെ ഞാൻ കൊന്നിട്ട് ആ ഒരു സിറ്റീൻ്റെ അകത്തേക്ക് കയറണം. ഇവന്മാർ ഷൾക്കർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ചിലവരൊക്കെ, ബാക്കിയുള്ളവരൊന്നും ഡ്രോപ്പ് ചെയ്യാനുള്ള. ഈ ഭാഗത്ത് ഒരുപാട് ആൾക്കാർ, ഒന്ന് കാണാൻ പോലും പറ്റുള്ള, ഇവന്മാരെ വെടിവെക്കാനും പോലും പറ്റുള്ള. ഞാൻ അവിടെ എവിടെയെങ്കിലും കയറിയിട്ട് ഇവന്മാരെ മേളിൽ നിന്ന് വെടിവെച്ചിടണം. അവിടെ തന്നെ അത്യാവശ്യം നല്ല OP ലൂട്ടും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം എൻജാൻറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസും കിട്ടുന്നുണ്ട്. ദോ കാണുന്നതാണ് ആ ഷിപ്പ്. അതിൻ്റെ അകത്ത് പോയിട്ട് എലൈറ്റ് എടുക്കണം. ഗാർഡ് ചെയ്യാനായിട്ട് 2 ഷൾക്കേഴ്സ് എന്തായാലും കാണും. അപ്പോൾ അവിടെ പോയിട്ട് എലൈറ്റ് എടുക്കണം. ഇവനെയും കൂടെ കൊന്നിട്ട് എലൈറ്റ് എടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ കയ്യിലേക്ക് എലൈറ്റർ കിട്ടാനും പോവാണ്. ഇവിടുത്തെ ടെസ്റ്റിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൂട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ കയ്യിൽ എലൈറ്റർ കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ അച്ചീവ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് ഡ്രാഗൻ്റെ ഹെഡും കൂടെ എടുക്കണം. അതും കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു എൻഡ് സിറ്റിയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ റൂം എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. ഇനി അതെല്ലാം ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് കുറച്ചും കൂടെ ഷൾക്കേഴ്സ് ഒപ്പിക്കാം. ഫൈനലി അങ്ങനെ മെയിൻ ഐലൻഡിലേക്ക് എത്തിയേക്കാണ്. ഒരുപാട് ഷൾക്കർ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. 12 ഷൾക്കർ കിട്ടിയിട്ടുണ്ട് ആ ഒരൊറ്റ സിറ്റിയിൽ നിന്ന്. ഇനി തിരിച്ച് നമുക്ക് ബേസിലേക്ക് പോവാം. എന്തായാലും ഒരു എൻഡ് സ്ക്രീൻ കാണാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ബേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ലൂട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ സ്ട്രോങ് ഹോൾഡിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല ലൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഒരു എലക്ട്രയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നോർമൽ ഫയർ വർക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പത്തിൽ ഫാക്ടറി ഐലൻഡിലും XP ഫാമിലൊക്കെ ആയിട്ട് എളുപ്പത്തിൽ പോകാനായിട്ട് സാധിക്കും. ഗെയിമിലുള്ളതിൽ ഏറ്റവും ഡെല്ലിയസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിലാണ് നമ്മൾ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. ബേസിൽ നിന്നുള്ള പോർട്ടലിന് അടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഒരു ബാസ്റ്റിനുള്ളത്. ഇനി അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് നെതറൈറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ടെംപ്ലേറ്റ് എടുക്കണം. ബാസ്റ്റിനായതുകൊണ്ട് എന്തായാലും ഫൈറ്റ് ഉറപ്പായിരിക്കും. ഇങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോഴേക്കും ഒരു ഗാർഡിനെ കണ്ടു. അവരെന്തായാലും തല്ലാൻ തന്നെയായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുണ്ടായില്ല. ഞാൻ എലൈറ്റർ ഇട്ടിട്ട് പറക്കാൻ നോക്കിയതാണ്, പക്ഷേ എലൈറ്റർ ഉണ്ടായില്ല. ഓൾമോസ്റ്റ് ഡെഡ് ആവേണ്ടായിരുന്നു, പക്ഷേ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. ഞാൻ ടവർ ചെയ്ത് മേളിലേക്ക് കയറിയിട്ട് അവന്മാർക്ക് വരാത്ത രീതിയിൽ ഞാൻ അവരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ മൊത്തം കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ പിന്നീട് സ്പോൺ ആവത്തില്ല. അതുകൊണ്ട് എല്ലാവരും കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗാർഡ്സൊന്നും സ്പോൺ ആവില്ല. ബാക്കി എല്ലാവരും സ്പോൺ ആവുമെങ്കിൽ ഗാർഡ്സ് സ്പോൺ ആവില്ല. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെസ്റ്റിൻ്റെ അടുത്തേക്ക് എത്താം. നമുക്കൊരു ആർമർ ട്രിം കിട്ടിയിട്ടുണ്ട് മറ്റേ നെതറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ. നമുക്കിനി അപ്പുറം കൂടെ ഒരു റൂം എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. ഇതാണ് അകത്തുള്ള റൂമിൻ്റെ അവസ്ഥ. ഇത് ഭയങ്കര വലിയൊരു റൂമാണ്. ഇതിനകത്ത് ചെസ്റ്റുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബാസിൻ്റെ അകത്തേക്ക് തന്നെ വന്നത്. ഇവിടെ ഒരു ഗാർഡ് നിൽക്കുന്നുണ്ടായി. അവനെ കൂടെ കൊന്നിട്ട് നമുക്ക് അവിടെയുള്ള ചെസ്റ്റ് എടുക്കണം. അവിടെ ഒരുപാട് ഗോൾഡ് ഇരിക്കുന്നുണ്ട്. ഉള്ള ഗോൾഡ് മൊത്തം കളക്ട് ചെയ്യണം. ഈ ഗോൾഡെല്ലാം നമുക്ക് നെതറൈറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആവശ്യം വരും. ഈ ചെസ്റ്റിനകത്ത് നമുക്ക് ഏൻഷ്യൻ്റ് ഡിബ്രീസും നെതറൈറ്റും കിട്ടി. പിന്നീട് ഒരു അപ്ഗ്രേഡറും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഇത്ര അധികം ലൂട്ടാണ് നമുക്ക് ബാസ്റ്റിൽ നിന്ന് മാത്രം കിട്ടിയത്. ഏറ്റവും മെയിനായിട്ട് നമുക്ക് കിട്ടിയത് നെതറൈറ്റും പിന്നെ ആ ഒരു അപ്ഗ്രേഡറും ആണ്. അടുത്തായിട്ട് 2-3 ഷൾക്കർ നിറച്ചും ബെഡും കൊണ്ട് നമുക്ക് നെതറിലേക്ക് പോകണം. അവിടെ പോയിട്ട് നമുക്ക് ബെഡ് മൈൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് 32 മേളിൽ ഏൻഷ്യൻ്റ് ഡിബ്രീസും കൂടെ കളക്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ 2-3 ഷൾക്കർ നിറച്ചും ബെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നെതറിലേക്ക് പോവാം. നെതർ വേസ്റ്റ് ബയോമിൽ ചെന്നിട്ടാണ് ഞാൻ ഏൻഷ്യൻ്റ് ഡിബ്രീസ് മൈൻ ചെയ്യാൻ പോകുന്നത്. അവിടുന്ന് Y ലെവൽ 50ലേക്ക് പോകണം. Y ലെവൽ 15 ആണെങ്കിൽ ഏറ്റവും നല്ല ഏൻഷ്യൻ്റ് ഡിബ്രീസ് മൈൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ പോയിട്ട് നമുക്ക് ബെഡ് മൈൻ ചെയ്യാം.
ഞാൻ കിട്ടിയ ഏൻഷ്യൻ്റ് ഡിബ്രീസ് എല്ലാം സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നെതറേറ്റ് സ്ക്രാപ്പിലേക്ക് ആക്കിയിട്ട് വേണം നെതറേറ്റിലേക്ക് ആക്കാനായിട്ട്. ടൂൾസും ആർമേഴ്സും നമുക്ക് ഫുൾ നെതറേറ്റ് ആർമറിലേക്ക് ആക്കണം. എൻ്റെ കയ്യിൽ കുറച്ച് സ്ക്രാപ്പും കൂടെ ഇരിക്കുന്നുണ്ട്, അതും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ 8 നെതറേറ്റ് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. സ്മിത്തിൻ്റെ ടെമ്പിളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് എല്ലാം നെതറേറ്റിലേക്ക് ആക്കാം. ആർമറെല്ലാം നെതറേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അച്ചീവ്മെൻ്റ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ 4 സ്ക്രാപ്സ് ഇരിക്കുന്നുണ്ടായി, അതും ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതി. എൻ്റെ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഡയമണ്ട് ആയിരുന്നു, അതുകൊണ്ട് ഡയമണ്ടിൻ്റെ തന്നെ സ്ക്രാപ്സ് ആഡ് ചെയ്യാമെന്ന് കരുതി. ഡയമണ്ടിൻ്റെ ട്രിം ആഡ് ചെയ്തിട്ടുള്ള നെതറേറ്റ് ആർമർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അൾട്രാ OP ആണ്, കാണാൻ അത്യാവശ്യം കിടിലായിട്ടുണ്ട്. അടുത്തായിട്ട് ബീക്കൺ ക്രാഫ്റ്റ് ചെയ്യണം. അതിനായിട്ട് വിതറിനെ ഡിഫീറ്റ് ചെയ്യണം. 3 വിതർസ്കൾ നമ്മൾ നേരത്തെ തന്നെ ഉണ്ടായി. ഇനി വിതറിനെ കൊല്ലാൻ പറ്റുന്ന നല്ല സ്ഥലം നോക്കി പോകണം. അത്യാവശ്യം നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം കിട്ടുകയാണെങ്കിൽ വിതറിനെ കൊല്ലാൻ ഈസി ആയിരിക്കും. റേഡ് ഫാം ഉണ്ടാക്കിയ ഭാഗത്ത് അത്യാവശ്യം നല്ല പ്ലെയിൻ ബയോമുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് വിതറിനെ ഡിഫീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല പ്ലെയിൻ ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വിതറിനെ സ്പോൺ ചെയ്തിട്ട് കൊല്ലാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഒരു സ്ട്രെങ്ത് പോർഷൻ എടുത്ത് കുടിച്ചിട്ടുണ്ട് എങ്ങാനും ആവശ്യത്തിനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിതറിനെ സ്പോൺ ചെയ്യാം. ഓക്കെ, വിതർ സ്പോൺ ആയിട്ടുണ്ട്. ബോ എടുത്ത് വിതറിൻ്റെ ഹെൽത്ത് പകുതിയാക്കണം. ഹെൽത്ത് കുറഞ്ഞ് വരുന്നുണ്ട്. ഇവൻ വീക്ക്നെസ് കിട്ടുകൊണ്ട് തന്നെ ഓടാനും പറ്റുന്നില്ല. പെട്ടെന്ന് ഹെൽത്ത് തിരിച്ചെടുത്തിട്ട് അവനെ വീണ്ടും അവൻ്റെ ഹെൽത്ത് പകുതിയായി കഴിഞ്ഞാൽ അവൻ താഴേക്ക് ഇറങ്ങി വരും. ഹെൽത്ത് ശരിക്കും കുറഞ്ഞു വരുന്നുണ്ട്. ഇവൻ നല്ല ഡാമേജ് വരുന്നുണ്ട്. മിക്കവാറും ഇപ്പം തന്നെ ടോട്ടം പൊട്ടും. ഹെൽത്ത് പകുതി കൊണ്ട് അവന് താഴേക്ക് ഇറങ്ങി വന്നു. ഇനി നമുക്ക് സോഡ് എടുത്ത് കിട്ടിയാൽ മതി അവനെ. അവൻ അടുത്ത ബോസായിട്ടുള്ള വിതറിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ നെതർ സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. വീക്ക്നെസ് കിട്ടിയതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് കൊല്ലാൻ പറ്റുന്നുണ്ടായില്ല. അത്യാവശ്യം നല്ല പാടായിരുന്നു തോന്നുന്നു വിതറിനെ കൊല്ലാനായിട്ട്. ഏതായാലും നെതർ സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. വിതറിനെ കൊന്നത് ഇതിന് വേണ്ടിയാണ്. അടുത്തായിട്ട് ഒരുപാട് അയൺ എടുത്തിട്ട് നമുക്ക് ബീക്കൺ സെറ്റ് ചെയ്യാം. ഇവിടെ കളക്ടിങ് ചേമ്പറിൽ അത്യാവശ്യം അയൺ ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു 2-3 സ്റ്റാക്ക് അയൺ ബ്ലോക്ക് വേണ്ടി വരും. ഞാൻ ഇവിടെ കുറച്ച് അയൺ ബ്ലോക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അത്യാവശ്യം അയൺ ബ്ലോക്ക് എടുത്തിട്ട് നമുക്ക് ബീക്കൺ സെറ്റ് ചെയ്യാം. ബേസിൻ്റെ ഭാഗത്ത് ആദ്യം ബീക്കൺ വെക്കാം, പിന്നീട് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് അവിടെ നിന്ന് മാറ്റാം. ഇപ്പോൾ അയൺ ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് ഫുൾ ലെവൽ ബീക്കൺ ഉണ്ടാക്കാം. ഞാനൊരു ബീക്കൺ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രെയിമിലേക്ക് ആ ബീക്കൺ എടുത്ത് വെച്ചാൽ മാത്രം മതി, ബീക്കൺ സെറ്റ് ആവും. ഞാൻ ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബീക്കൺ എടുത്ത് വെക്കണം. ഞാൻ ജസ്റ്റ് ഫണ്ടിനായിട്ട് ഈ ബീക്കണിനകത്ത് ഷിഫ്റ്റ് എടുത്ത് വെക്കാൻ പോവാണ്. ഷിഫ്റ്റ് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണം. ബീക്കണിൽ നിന്നും നമുക്ക് ഷിഫ്റ്റ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഇതുവഴി ഓടാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ബീക്കൺ എവിടെയെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി. ഇപ്പോഴത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 189 ആണ്. അതായത് ഇനി കൂടെ 11 ദിവസമുള്ളൂ 200 ഡേയ്സ് എത്താനായിട്ട്. അതുകൊണ്ട് അവസാനമായിട്ട് ഒരു ബിൽഡ് മാത്രം ഉണ്ടാക്കാനുള്ള സമയം മാത്രം നമ്മുടെ ഉള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഫിഷിംഗ് ഡോക്ക് ഉണ്ടാക്കാനായിട്ടാണ്. ഫാക്ടറി ഐലൻഡിലേക്ക് വരാനും പോകാനായിട്ട് നല്ലൊരു വഴിയില്ല. അതുകൊണ്ട് നമുക്ക് അതും കൂടിയും സെറ്റ് ചെയ്യണം. ഈ ഫാക്ടറി ഐലൻഡിൻ്റെ അടിയിലായിട്ടൊരു ഫിഷിംഗ് ഡോക്കും അവിടുന്ന് കയറി വന്ന രീതിയിലൊരു ചെറിയൊരു പാത്രയും കൂടെയും വെക്കണം. അങ്ങനെയാണെങ്കിൽ ഫാക്ടറി ഐലൻഡിലേക്ക് വരാനും പോകാനായിട്ടും അത്യാവശ്യം നല്ലൊരു വഴി ഉണ്ടാവും. ഉള്ള കുറച്ച് വുഡ് ഉപയോഗിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിഷിംഗ് ഡോക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം. അത് കൂടെ 11 ദിവസമുള്ളൂ. 11 ദിവസത്തിനുള്ളിൽ നമുക്ക് നല്ലൊരു ഫിഷിംഗ് ഡോക്ക് ഉണ്ടാക്കാം.
അങ്ങനെ അവസാനത്തെ പ്രൊജക്റ്റായിട്ടുള്ള ഫിഷിംഗ് ഡോക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡേ എന്ന് പറഞ്ഞാൽ 199 ആണ്. അതായത് ഇനി ആ കൂടെ ഒരു ദിവസമേ ഉള്ളൂ 200 ഡേ ആവാനായിട്ട്. ആ കാണുന്നതാണ് ഫിഷിംഗ് ഡോക്ക്. 11 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഫിഷിംഗ് ഡോക്കാണ്. ആ ഒരു ഫിഷിംഗ് ഡോക്കിന് ഡയറക്റ്റ് നമുക്ക് ഫാക്ടറിയിലേക്കും പോകാനായിട്ട് പറ്റും. ഇനി അങ്ങോട്ട് നമുക്ക് ഈ വേൾഡിൽ മൊത്തം ബിൽഡ് കൊണ്ട് നിറയ്ക്കണം. ഇതിപ്പോൾ ഫസ്റ്റത്തെ ഒരു ബിൽഡ് മാത്രമാണ്. ഇത് ചെറിയ ഫിഷിംഗ് ഡോക്കാണ്. ഇനി ഈ ഭാഗത്ത് തന്നെ നമുക്ക് ഒരുപാട് ബിൽഡ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ട മൈൻക്രാഫ്റ്റിൽ ഫസ്റ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻഡർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്, വിതറിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ ആർമർ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഫിഷിംഗ് ഡോക്ക്. ഇതിൽ നമുക്ക് ഇനിയും അപ്ഗ്രേഡ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇനി ആ കൂടെ ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. രണ്ട് ഗൈസ്, ഇത്രേ ഉള്ളൂ. ഞാൻ അത്രയും വലിയ കാര്യമായിട്ടൊന്നും ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇനി സമയം കിട്ടുമ്പോൾ നമുക്ക് ഇനി വീണ്ടും ഇത് അപ്ഗ്രേഡ് ചെയ്യാം. ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ ഫിഷിംഗ് ഡോക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബോട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇനി ആഡ് ചെയ്യാനുണ്ട്. പക്ഷേ അതിനുള്ള ഇപ്പോൾ ടൈം നമ്മുടെ കയ്യിലില്ല. ഈ ഫിഷിംഗ് ഡോക്ക് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇനി തൊട്ട് ഫാക്ടറിയിലേക്ക് എളുപ്പത്തിൽ കയറാനായിട്ട് പറ്റും ഈ ഒരു ഭാഗത്തിലൂടെ. മുമ്പ് നമ്മൾ ആ ഒരു മലയൊക്കെ കഷ്ടപ്പെട്ട് കയറുകയാണ് ചെയ്തത്. ഇനി എളുപ്പത്തിൽ കയറാൻ പറ്റും. ഇവിടെ ഞാൻ അത്യാവശ്യം വലിയൊരു ബിൽഡ് കൊണ്ടുവരാൻ നോക്കിയതാണ്. പക്ഷേ അതിനുള്ള ടൈം നമ്മുടെ ഇല്ല. ഇപ്പോൾ തന്നെ ഡേ എന്ന് പറഞ്ഞാൽ 199 ഈവനിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡേ എന്ന് പറഞ്ഞാൽ 99 ആയിട്ടുണ്ട്. നമ്മുടെ പെറ്റുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ഫുഡ് കൊടുക്കണം. ഇനി അങ്ങോട്ട് ചിലപ്പോൾ മിക്കവാറും ഈ വേൾഡിലേക്ക് ഇനി കയറാനൊന്നും സമയം ഉണ്ടാവില്ല. നമ്മൾ മൈൻക്രാഫ്റ്റിൽ ചെയ്യേണ്ട ആദ്യത്തെ എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് ഈ വേൾഡൊക്കെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണം. ബിൽഡൊക്കെ ഉപയോഗിച്ച് മൊത്തം ട്രാൻസ്ഫോം ചെയ്യാനായിട്ടുണ്ട്. അതെല്ലാം ഫ്യൂച്ചർ പ്രൊജക്ട്സ് ആണ്. അതൊക്കെ നമുക്ക് പിന്നീടായിട്ട് ചെയ്യാം. അതിന് പെറ്റുകൾക്കൊക്കെ കുറച്ച് ഫുഡ് കൊടുക്കണം. നമുക്ക് അവിടെ ആയിട്ടൊരു ഫാം ഉണ്ട്. അവിടേക്ക് കുറച്ച് മീറ്റ് എത്തിക്കണം. ഇവിടെ ഒരു ലാമയുണ്ട്. ഇത് നമ്മുടെ ഒരു പെറ്റ് തന്നെയാണ്. ഇവന് എന്ത് ഫുഡ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആപ്പിളാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. വീറ്റ് കൊടുത്തിട്ട് കഴിച്ചില്ല. അവിടെ നമുക്ക് കുറച്ച് കൗവും ഷീപ്പൊക്കെ ഉണ്ട്. അവർക്കും കൂടെ നമുക്ക് ഫുഡ് കൊടുക്കണം. അലൈസിന് കൊടുക്കാനുള്ള ഫുഡ് എൻ്റെ ഇല്ല. ഇവരും നമ്മുടെ ഉള്ളൊരു പെറ്റ് തന്നെയാണ്. ഇത് മിക്കവാറും ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആയിരിക്കും. അതാണ് ഇപ്പോൾ 200 ഡേയ്സ് ഇത്രയും വലിയൊരു ലെങ്തി വീഡിയോ ഞാൻ ചെയ്തത്. ഇനി അങ്ങോട്ട് ഈ ചാനലിൽ നിന്ന് വീഡിയോ കാണില്ല. അത് ഈ വർഷം. ഇനി അടുത്ത വർഷമായിരിക്കും കാണാൻ ചാൻസ്. കാര്യം ഇനി എനിക്ക് ടൈം കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ ഈ വേൾഡിൽ നിന്ന് ഉറങ്ങിയിട്ട് 200 ഡേയ്സ് ആയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെ 200 ഡേയ്സ് എത്തിയിരിക്കുന്നു ഗൈസ്. എല്ലാം നമുക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മിക്കവാറും നമ്മുടെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഈ ഒരു വർഷം. അപ്പോൾ എല്ലാവർക്കും ബൈ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.